അദ്ദേഹം ഒരു 12 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഈ റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ നോക്കുമ്പോൾ അയാൾ വലത്ത് സൈഡിൽ ഭയങ്കര എഴുന്നള്ളിപ്പ് കാണും. ഇയാൾ ഭയങ്കര ഉത്സവപ്രിയനാണ്. ഇയാൾ അവിടെ ചെന്ന് ഇച്ചിരി വണ്ടി മുമ്പോട്ട് പോയിട്ടല്ലേ ഓർമ്മ വരത്തുള്ളൂ ബ്രെയിനിനകത്ത്. തിരിച്ചു വന്നപ്പം ഈ സാധനങ്ങളോ ഈ എഴുന്നള്ളിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. പുള്ളി പറച്ചു പോയി. പണ്ട് മുതലേ പറഞ്ഞ് കേട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് കേട്ടതുകൊണ്ട് ഇവിടെ വാതൊക്കെ നിന്ന് തൊഴുവാണ് അമ്മ, ഈ സ്ത്രീയുടെ അമ്മ. അപ്പോൾ ആങ്ങളമാർ പറഞ്ഞു, അമ്മാമാർ പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോയി, ഞങ്ങൾ കൊണ്ടുപോകാം. അതുകൊണ്ട് അവർ ധൈര്യമായിട്ട് കൊണ്ടുപോയി അവിടെ തൊഴുതു. അത് കഴിഞ്ഞ് ഈ അമ്മ പ്രഗ്നൻ്റായി പ്രസവിക്കുന്ന കുട്ടി വാനരനായിരുന്നു. അത് കഴിഞ്ഞ് പ്രസവിച്ച ആളാണ് ഈ സംസാരിക്കുന്നത്. അതായത് പറയാം, എൻ്റെ മൂത്ത സഹോദരൻ ഒരു വാനരനായിരുന്നു എൻ്റെ അമ്മ പ്രസവിച്ചത്. അതായത് പ്രസവ സമയത്ത് അമ്മയുടെ യൂട്രസ് മുകളിൽ കയറിപ്പോയി എന്ന് അത്ഭുതം പറയുകയുണ്ടായി. വാനരെന്ന് മാത്രമല്ല, ഈ പ്രസവം നടക്കുന്ന സമയത്ത് ഈ സ്ത്രീയുടെ ഈ കുരങ്ങിൻ്റെ നഖം പതിഞ്ഞ് യൂട്രസ് കീറി. എന്നിട്ട് ഇത് പുറത്ത് മിനിറ്റ് 10 സെക്കൻഡോ 10 മിനിറ്റ് അങ്ങോട്ട് ജീവിച്ചുള്ളൂ ഈ കുരങ്ങ്. പ്രത്യേകിച്ച് നമ്മുടെ അമ്മയുടെ ക്ഷേത്രത്തിൻ്റെ ചുറ്റളവിൽ ഈ ഇരുനില കെട്ടിടങ്ങൾ പോലും ആരും പണിയാറില്ല. ഇതെല്ലാം പണ്ട് മുതലെയുള്ള വിശ്വാസം തന്നെയാണ്. ആ വിശ്വാസങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ നടന്നു പോകുന്നത്. ചെങ്ങന്നൂരിനടുത്ത് ഇലഞ്ഞിമേൽ വള്ളിക്കാവ് എന്നൊരു ക്ഷേത്രമുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു വലിയ കാടിന് നടുവിലായി ഉഗ്രരൂപിണിയായ ഭദ്രകാളി കുടികൊള്ളുന്ന ഒരു ക്ഷേത്രം. സാധാരണ മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ആരാധനാ സമ്പ്രദായങ്ങളിൽ പോലും ഇവിടെ ഒരു രഹസ്യ സ്വഭാവമുണ്ട്. ഇതൊരു സാധാരണ ക്ഷേത്രമല്ല. നൂറ്റാണ്ടുകളുടെ പഴക്കവും അനേകം ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും അത്ഭുതങ്ങളും ഒക്കെ പറയാനുള്ള ഒരു കാവ്. ഒരു നിഗൂഢമായ ശാന്തത ഈ കാവിനെ പൊതിഞ്ഞു നിൽക്കുന്നു. ഇവിടുത്തെ ഓരോ കല്ലിനും ഓരോ മരത്തിനും നൂറ്റാണ്ടുകളുടെ കഥകൾ പറയാനുണ്ടെന്ന് തോന്നും. ചെങ്ങന്നൂർ മാവേലിക്കര റൂട്ടിൽ പുലിയൂരിനും പൊറ്റമേൽക്കടവിനും മധ്യയാണ് ഇലഞ്ഞിമേൽ വള്ളിക്കാവ് സ്ഥിതി ചെയ്യുന്നത്. പലതവണ ഇതിനടുത്തുകൂടി കടന്നു പോയിട്ടുണ്ടെങ്കിലും ഇത്രയും പ്രാധാന്യമുള്ള വലിയൊരു കാവ് ഇവിടെയുണ്ടെന്ന് അടുത്തിടെയാണ് മനസ്സിലാക്കിയത്. ചെങ്ങന്നൂരിൽ നിന്നും കഷ്ടിച്ച് 7 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇങ്ങോട്ട്. പ്രധാന പാതയുടെ വലതുവശത്തായി ക്ഷേത്രഗോപുരം കാണാം. മതിൽക്കെട്ടും കവിഞ്ഞ് പുറത്തേക്ക് തിങ്ങി വളർന്നു നിൽക്കുന്ന വൻമരങ്ങൾ. ചില മാന്ത്രിക നോവലുകളിലൊക്കെ വായിച്ചതുപോലുള്ള ഒരു ഗ്രാമവും കവലയും. പ്രധാന പാതയിൽ നിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം അനുഭവിച്ചറിയാം. ഇരുവശവും മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പാതയിലൂടെ മുന്നോട്ട്. എങ്ങും ചീവീടുകളുടെയും അപൂർവ പക്ഷികളുടെയും ശബ്ദങ്ങൾ മാത്രം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മാനം മുട്ട ഉയർന്നു നിൽക്കുന്ന വൻമരങ്ങൾ. വലിയ സർപ്പങ്ങളെപ്പോലെ കെട്ടുപിണഞ്ഞ് താഴേക്ക് തൂങ്ങിയാടുന്ന വലിയ കാട്ടുവള്ളികൾ. വലിയ വൃക്ഷച്ചില്ലകളിലൂടെ ചാടിക്കളിച്ച് നടക്കുന്ന 100 കണക്കിന് വാനരന്മാർ. ഉച്ചസമയമായിട്ട് പോലും കാടിനുള്ളിലെ ആ തണുപ്പ് വിട്ടുമാറിയിട്ടില്ല. ക്ഷേത്രത്തിന് മുൻപിലായി മാനം മുട്ട പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വൻ വൃക്ഷം കാണാം. ഈ കാവിനുള്ളിൽ തെക്കും വടക്കുമായി 2 ഭദ്രകാളി ക്ഷേത്രങ്ങളാണുള്ളത്. തെക്കേക്കാവിൽ സൗമ്യഭാവത്തിലും വടക്കേക്കാവിൽ ഉഗ്രരൂപിണിയുമായ ഭദ്രകാളി പ്രതിഷ്ഠകളാണ്. രണ്ടിടത്തെയും ആരാധനാ സമ്പ്രദായങ്ങളിലും വ്യത്യാസമുണ്ട്. രൗദ്രഭാവത്തിലുള്ള പ്രതിഷ്ഠയായ വടക്കേക്കാവിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനം നിഷിദ്ധവുമാണ്. പക്ഷേ പുരുഷന്മാർക്ക് പ്രവേശനമുണ്ടെങ്കിൽ പോലും ദേവിയുടെ രൂപം കണ്ട് തൊഴാനും സാധിക്കില്ല. കാരണം ആ ശ്രീകോവിലിൻ്റെ വാതിലുകൾ സദാസമയവും അടഞ്ഞു കിടക്കും. ശ്രീകോവിലിന് പുറത്തായി ഒരു വിളക്ക് വെച്ചിട്ടുണ്ടാവും. അത് നോക്കിയാണ് തൊഴേണ്ടത്. ഉഗ്രരൂപത്തിലുള്ള ദേവിയുടെ ആ നിഗൂഢഭാവം ദർശിക്കാനും പൂജിക്കാനുമുള്ള അവകാശം തന്ത്രിക്കും മേൽശാന്തിക്കും മാത്രമാണുള്ളത്. അകത്ത് കണ്ടത് പുറത്തു പറയാൻ പാടില്ല എന്നൊരു നിയമമുള്ളതുകൊണ്ട് അകത്തു കാണുന്ന കാര്യങ്ങൾ അവർ മറ്റാരോടും പറയാറുമില്ല. അടിമറ്റത്ത് പടം ഭട്ടതിരിക്കാണ് ഇവിടെ താന്ത്രികാവകാശം. അതുപോലെ ഈ കാവിലെ പൂജകൾ നിർവഹിക്കുന്നത് കുറുപ്പന്മാരുമാണ്. ഇവിടുത്തെ നിവേദ്യ സമ്പ്രദായങ്ങളിൽ പോലും ചില വ്യത്യാസങ്ങളുണ്ട്. അതേസമയം സൗമ്യഭാവത്തിലുള്ള തെക്കേക്കാവിൽ സാധാരണ സാത്വിക ആചാരങ്ങളും ബ്രാഹ്മണ പൂജയുമാണ് നടന്നു വരുന്നത്. അവിടെ സ്ത്രീകൾക്ക് പ്രവേശിക്കുകയും ചെയ്യാം. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിന് കീഴിലാണ് ഈ ക്ഷേത്രമുള്ളത്. മഹാരഹസ്യങ്ങൾ നിറഞ്ഞ ഈ കാവിനുള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ അറിയാതെ ഒരു ഭയഭക്തി ബഹുമാനം ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞു കിടക്കുന്ന ഈ കാവിനെയും ക്ഷേത്ര സങ്കേതങ്ങളെയും പറ്റി നാട്ടുകാർ പറയുന്ന അനുഭവങ്ങൾ ഒരുപക്ഷെ ഈ ആധുനിക കാലത്ത് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് ദഹിക്കുന്നതുമല്ല. പക്ഷേ അനുഭവങ്ങളും തെളിവുകളും നിരത്തി അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാതിരിക്കാനും നിവൃത്തിയില്ല.
നൂറ്റാണ്ടുകളുടെ പഴക്കം പറയുന്നുണ്ട് ഇവിടുത്തെ ക്ഷേത്ര സങ്കേതങ്ങൾക്കും ആരാധനാ സമ്പ്രദായങ്ങൾക്കും. പണ്ട് കാലത്ത് ഇവിടുത്തെ പ്രകൃതി ഭംഗിയും ഏകാന്തതയും കണ്ട ഋഷിവര്യന്മാർ തപസ്സും യാഗാദികർമ്മങ്ങളുമൊക്കെ അനുഷ്ഠിച്ചിവിടെ കഴിഞ്ഞിരുന്നതായി പറയപ്പെടുന്നു. വില്യമംഗലം സ്വാമിയാരുമായി ബന്ധപ്പെട്ടാണ് ക്ഷേത്ര ഐതിഹ്യങ്ങളുടെ തുടക്കം. ഒരിക്കൽ തീർത്ഥാടനത്തിനിടയിൽ ഈ പ്രദേശത്തെത്തിയ സ്വാമിയാർ ഇപ്പോൾ വടക്കേക്കാവ് ഇരിക്കുന്ന ഭാഗത്ത് ഒരു ദിവ്യ തേജസ് കാണുകയും ദേവീ ചൈതന്യം തിരിച്ചറിഞ്ഞ സ്വാമിയാർ ഒരു ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തുകയായിരുന്നു എന്നുമാണ് ഐതിഹ്യം. പണ്ട് കായംകുളം രാജാവിൻ്റെ അതിർത്തി പ്രദേശമായിരുന്നു ഇത്. ക്ഷേത്രഭരണ ചുമതല കായംകുളം രാജാവിൻ്റെ സാമന്തന്മാരായിരുന്ന കോയിക്കൽ രാജാക്കന്മാരെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. പിന്നീട് പലവിധ കാരണങ്ങളാൽ ക്ഷേത്രഭരണം തുടരാനാവാതെ വന്ന കാലത്ത് അവരുടെ കാര്യസ്ഥന്മാരായിരുന്ന മുണ്ടപ്പള്ളികൾ കുടുംബക്കാരെ ഏൽപ്പിക്കുകയും അവർ പിന്നീടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറുകയുമായിരുന്നു. കച്ചയേറ്, പടയണി തുടങ്ങിയ അപൂർവങ്ങളായ ഒരുപാട് ആചാരങ്ങളും ക്ഷേത്രത്തിൽ മുറതെറ്റാതെ നടന്നു വരുന്നുണ്ട്. വടക്കേ കാവാണ് ആദ്യകാല ക്ഷേത്രമായി കണക്കാക്കുന്നത്. പക്ഷേ അവിടെ ആരാധനാ സമ്പ്രദായങ്ങൾ രഹസ്യ സ്വഭാവത്തിലുള്ളതുകൊണ്ടും സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്തതുകൊണ്ടും എല്ലാവർക്കും സാധാരണ രീതിയിൽ ആരാധിക്കുന്നതിന് വേണ്ടി ദേവിയുടെ സാത്വിക ഭാവത്തിൽ പിന്നീടൊരു ക്ഷേത്രം മറ്റൊരു കാലത്ത് തെക്കുഭാഗത്ത് സ്ഥാപിച്ചതുമാവാം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഇവിടെ ഒരുപാട് വാനരന്മാരെയും കാണാം. ദേവിയുമായി അടുത്ത ബന്ധമാണ് ഇവർക്കുള്ളത്. ഇവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് ദേവിയുടെ വക തക്കതായ ശിക്ഷയും ഉറപ്പാണത്രേ. അതുകൊണ്ട് തന്നെ വാനരയൂട്ട് ഇവിടുത്തെ പ്രധാന വഴിപാടുമാണ്. അതിനായി ഒരു പ്രത്യേകം ഭോജനശാലയും ഇവിടെയുണ്ട്. പറയാതിരിക്കാൻ വയ്യ, ഈ കാവും ഇവിടുത്തെ ക്ഷേത്രങ്ങളും ഒരിക്കലെങ്കിലും വന്ന് കാണുകയും ഇവിടുത്തെ പ്രകൃതി ഭംഗിയും ദേവതാ സാന്നിധ്യവും ഒന്ന് അനുഭവിച്ചറിയുകയും വേണം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകൾ ബാക്കി വിശേഷങ്ങളും അവരുടെ അനുഭവങ്ങളുമൊക്കെ നമുക്ക് വിവരിച്ചു തരുന്നതാണ്. നമുക്ക് ഈ കാവിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊന്ന് മനസ്സിലാക്കാം. ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ്. എൻ്റെ പേര് ഗോപൻ എന്നാണ്. ഇത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ യൂണിറ്റ് സെക്രട്ടറിയാണ് ശ്രീ ഗംഗാധരൻ ചേട്ടനാണ്. ഈ ക്ഷേത്രത്തിൽ ഇലഞ്ഞിമൽ വള്ളിക്കാവ് ദേവീക്ഷേത്രമാണ് ക്ഷേത്രത്തിൻ്റെ പേര്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ഒരു മഹാക്ഷേത്രമാണ്. ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ താലൂക്കിനും മാവേലിക്കര താലൂക്കിനും ഇടയ്ക്കുള്ള ശബരിമല റോഡിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 10.5 ഏക്കർ വനഭൂമിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ. ഉഗ്രസ്വരൂപിണിയായ ഭദ്രകാളി അമ്മയാണ് ഇവിടുത്തെ പ്രധാന ദേവി സങ്കല്പിക്കുന്നത്. അതായത് ദാരിക നിഗ്രഹം ചെയ്ത ദേവിയുടെ സങ്കല്പത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം മുന്നോട്ട് പോകുന്നത്. ഈ ക്ഷേത്രം പണ്ട് സന്യാസിമാർ ഇവിടെ വന്ന് യാഗം ചെയ്ത കാലത്ത് വില്യമംഗലം സ്വാമിമാർ പ്രതിഷ്ഠിച്ചാരാധിച്ച വിഗ്രഹമാണ് അല്ലെങ്കിൽ സങ്കല്പമാണ് ഇന്ന് തുടർന്നു പോകുന്ന സങ്കല്പം. ഇവിടുത്തെ പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. 2 തരം ക്ഷേത്രമുണ്ട്. വടക്കേക്കാവ് ദേവീക്ഷേത്രവും തെക്കേക്കാവ് ദേവീക്ഷേത്രവും. വടക്കേക്കാവ് ദേവീക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷേത്രമാണ് വില്യമംഗലം സ്വാമിയാർ പ്രതിഷ്ഠിച്ച് ആരാധിച്ചെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. പുരുഷന്മാർക്ക് പ്രവേശനമുണ്ടെങ്കിൽ പോലും നടയടച്ചുള്ള പൂജയാണ്. ഒന്നും കാണാനില്ല, ജസ്റ്റ് വിളക്ക് മാത്രമേ കാണാനുള്ളൂ. ക്ഷേത്രത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ദേവിക്കുള്ള നിവേദ്യങ്ങളെന്ന് പറയുന്നത് വടക്കേക്കാവിലാണെങ്കിൽ വെച്ചുനേദ്യമില്ലാത്തത് കൊണ്ട് നമ്മുടെ ഉണ്ണിയപ്പം, വറപ്പൊടി, അതുപോലെ തന്നെ തെരളി എന്നിവയാണ്. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളാണ് ക്ഷേത്രം തുറക്കുന്നത്. ബാക്കി ദിവസങ്ങൾ ജസ്റ്റ് വിളക്കത്തിരി മാത്രമേ ഉള്ളൂ, ഉത്തരവാദിത്തപ്പെട്ട വിളക്കത്തിരി. അതേസമയം തെക്കേക്കാവ് ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ ഭക്തർക്കും ജനങ്ങൾക്കും കണ്ടു തൊഴാവുന്ന സംവിധാനത്തിലുള്ള കണ്ണാടി ബിംബ പ്രതിഷ്ഠയും അതിന് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടുപിറകിലായിട്ട് ഏതാണ്ട് 5 അടി പൊക്കമുള്ള ദാരു ബിംബവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിലാണെങ്കിൽ സാധാരണ ഒരു ക്ഷേത്രത്തിൻ്റെ സംവിധാനങ്ങളിലുള്ള പൂജയാണ്. എല്ലാ ദിവസവും നട തുറക്കുന്നതാണ്. അങ്ങനെ നട തുറന്ന് പൂജകൾ ചെയ്തു പോകുന്നതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ അതോടൊപ്പം തന്നെ ഈ വടക്കേക്കാവ് ക്ഷേത്രത്തിൽ യക്ഷിയമ്മ, അതോടൊപ്പം തന്നെ ഇണ്ടളയപ്പന്, അതോടെ ഉത്തമസ്വർണ്ണ അദ്രസ്വങ്ങൾ, കരിങ്കാളിയമ്മ എന്നിയുള്ള ക്ഷേത്രസങ്കല്പം കൊണ്ട് ദേവിയുടെ പ്രധാന പിണിയാളെന്ന് പറയുന്നത് യക്ഷിയമ്മയാണ്. ദേവികളുടെ എന്ത് നമ്മൾ പ്രശ്നചാർത്തുകൾ നോക്കിയാലും ദേവിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നത് യക്ഷിയമ്മയിൽ കൂടാണ്. നമുക്ക് ഇന്നേ വരെ അത് അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ക്ഷേത്രത്തിൻ്റെ പ്രധാന അവിടുത്തെ കളമെഴുത്തും പാട്ടും കൊണ്ടുവന്ന പുലിപ്പുറ കുറുപ്പന്മാരായിരുന്നു. ഇപ്പോൾ അവരാണ് അവിടുത്തെ പൂജകളും കാര്യങ്ങളും ചെയ്യുന്നത്. അടിമറ്റത്ത് മഠം താന്ത്രികപരമായ അവകാശമാണ് അവിടുത്തെ ക്ഷേത്രത്തിനുള്ളത്. അപ്പോൾ ഇവിടെ വാനരയൂട്ട് ഭയങ്കര പ്രസിദ്ധമാണല്ലേ? ഈ നമ്മുടെ ഈ ക്ഷേത്രം ഉണ്ടായ കാലം മുതൽ ഈ ക്ഷേത്രത്തിലുള്ളതാണ് വാനരന്മാർ. അമ്മയെ കാണുന്ന അമ്മയുടെ ഏറ്റവും വലിയ ഒരു ഉള്ളതാണ്. അതായത് കാലാകാലങ്ങൾക്ക് മുമ്പ് എന്നുവരെ ഉണ്ടോ അന്ന് വരെ നമുക്കറിയത്തില്ല. പക്ഷേ അതുങ്ങളും അമ്മയായിട്ട് ഭയങ്കര കണക്ഷനാണ്. അത് അമ്മയെ രാത്രികളിൽ സഞ്ചരിക്കുന്ന ഒരു ഭഗവതിയാണ്. അപ്പോൾ രാത്രിയിൽ അമ്മയെ കാണാറുണ്ടായിരിക്കും. അമ്മയുടെ ഐതിഹ്യം
ഇദ്ദേഹം ഒത്തിരി ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഒരു ആഹാരാദികളൊക്കെ തേടി ഈ മതിലിന് വെളിയിൽ പോയി 3, 4, 5 ഭാഗത്ത് 1000, 500 താമസിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു സംവിധാനം എന്ന് പുറത്ത് പോയ ഒരാൾ അകത്ത് വരണമെങ്കിൽ അകത്ത് ഒരു ദിവസം താമസിക്കണം, ഇല്ലേ അവന്മാരെ അടിച്ച് വെളിയിൽ കളയും. ബാക്കിയുള്ളവർ ഇവിടെയുണ്ട്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു ദിവസത്തേക്ക് 280 രൂപ തരുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ആഹാരം കൊടുക്കുന്നത്. പിന്നെ ഭക്തജനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ആഹാരം കൊടുക്കുന്നുണ്ട്. അപ്പം നേരത്തെ ഇതൊന്നും ഇല്ലായിരുന്നു, ഇങ്ങനൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മളൊരു 10 വർഷം മുമ്പ് ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജഗോപാൽ സാറാണ് ഇതിൻ്റെ ഭദ്രദീപം കൊടുത്ത് നമ്മൾ ഈ വാനരന്മാർക്ക് ആഹാരം കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കി, വള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് ആഹാരം സമർപ്പിക്കും, ഇവിടെ വന്ന് ആഹാരം കഴിക്കാറുണ്ട്, ആഹാരം കൊടുക്കുന്നുണ്ട്. ഈ കുരങ്ങിനെ നമ്മളെ എത്ര ദ്രോഹിച്ചെന്ന് പറഞ്ഞാലും ഈ കുരങ്ങിനെ നോവിച്ചവർക്കെല്ലാം ഇന്നും എന്നും ദ്രോഹം ഉണ്ടായിട്ടുണ്ട്. കാര്യം അമ്മ കറക്റ്റായിട്ട് ഇടിച്ചിട്ടുള്ള അവസ്ഥയാണ്. ഇതുങ്ങൾ വീട്ടിൽ വന്നാൽ ഭയങ്കര ശല്യം ഉണ്ടാക്കും, അതൊക്കെ നമുക്ക് സത്യം. പക്ഷേ ഈ ചുറ്റുപാടുള്ള ആരെങ്കിലും ഇതുങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ പിന്നീടുള്ള കാലങ്ങളിലൊക്കെ അതിൻ്റെ ശക്തമായ ഒരു വലിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിനൊപ്പമാണ് ഇതുങ്ങൾക്ക് ആഹാരം കൊടുക്കുക, ഇതുങ്ങൾക്ക് എന്ത് കൊടുത്തെന്ന് പറഞ്ഞാൽ കൊടുത്താൽ അതെല്ലാം സന്താന സൗഭാഗ്യം, അനുഗ്രഹം, ഭഗവതിയുടെ അനുഗ്രഹം എല്ലാം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് പരമാവധി ആൾക്കാർ ഇവിടെ വന്ന് അതിനോടൊപ്പം സഹകരിക്കണം, ഇതുങ്ങൾക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എൻ്റെ പേര് ഗംഗാധരൻ. 2016 മുതൽ 3-4 വർഷത്തേക്ക് പ്രസിഡൻ്റായിട്ട് ഉദ്ദേശം പ്രസിഡൻ്റായിട്ട് ഇരുന്നതാണ്. നമ്മുടെ ഇവിടുത്തെ തിരുവുത്സവത്തിൻ്റെ ചടങ്ങെന്ന് പറഞ്ഞല്ലോ, പ്രസിഡന്റ് സൂചിപ്പിച്ചല്ലോ, വർഷത്തിൽ 2 ഉത്സവമാണ്. ഒന്ന് ചിങ്ങമാസത്തിലെ ചതയത്തിന് കൊടിയേറി മകത്തിന് മകവെഴുന്നള്ളത്തോടു കൂടി ഉത്സവം സമാപിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഈ 14 ദിവസം കളവെഴുത്തും പാട്ടും. അതോടനുബന്ധിച്ച് തന്നെ സപ്താഹയജ്ഞവും നടക്കാറുണ്ട്. ഈ കളവെഴുത്തും പാട്ടിൻ്റെയും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് 12ാം കളവെന്ന് പറയുന്നത് 12ാമത്തെ ദിവസം. അന്ന് സപ്താഹത്തിൻ്റെ 5ാം ദിവസമായിരിക്കും, കളവെഴുത്തും പാട്ടിൻ്റെയും 12ാമത്തെ ദിവസമായിരിക്കും. ഈ 12ാം കളം ദർശിക്കുന്നതിന് വേണ്ടി വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ എത്തിച്ചേരാറുണ്ട്. അതിവിശേഷമായ ഒരു ചടങ്ങായിട്ടാണ് അതിനെ കാണുന്നത്. പിന്നെ 14ാമത്തെ ദിവസം മകവെഴുന്നള്ളത്ത്, അന്ന് സപ്താഹം തീരും, മകവെഴുന്നള്ളത്തും കളവെഴുത്തും പാട്ട് സമാപിക്കുന്നതും കൊടിയിറങ്ങുന്നതും ആ ചടങ്ങോടുകൂടിയാണ്. ഇപ്പോൾ ഈ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്ഷേത്രങ്ങളിൽ പല വ്യത്യസ്തങ്ങളായിട്ടുള്ള വഴിപാടുകളും ഫലസിദ്ധിയുള്ള വഴിപാടുകളും അതിനുള്ള അത്ഭുത ഫലങ്ങളും പലയിടത്തും ഉണ്ടായിട്ടുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകതകളോ അങ്ങനെ ഒരു അനുഭവങ്ങളോ ആർക്കെങ്കിലും ഉണ്ടായിട്ടുള്ളതായിട്ട് അറിയാമോ? അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എങ്കിലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് വ്യക്തമായി നേരിട്ട് ഞങ്ങൾ 3 പേര് നേരിട്ട് കണ്ട 1-2 കാര്യങ്ങൾ പറയുകയാണ്. നമ്മുടെ ഈ പുതിയ വടക്കേക്കാവിലെ ക്ഷേത്രം പണിയായിട്ട് ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുന്ന വേളയിൽ നമ്മൾ ഒരു തീരുമാനമുണ്ടായി. കമ്മിറ്റിയുടെ ആദ്യം ചടങ്ങായിട്ട് നമുക്ക് കുറച്ച് ചരൽ ഇവിടെ ഇറക്കണമെന്ന് ഒരു തീരുമാനമുണ്ടായി. അങ്ങനെ പലരും ചരലിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ, പല വണ്ടിക്കാരെയും വിളിച്ചിട്ട് പലരും വരാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരാൾ വന്നു. ഞങ്ങൾ ഈ ചരലെടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ ചരൽ തരാമെന്ന് പറഞ്ഞ ആൾ പറഞ്ഞു, നിങ്ങൾ ഒരു അരിവാൾ പോച്ചയെത്തി വണ്ടിയുടെ മണ്ടയ്ക്ക് ഇട്ടുകൊണ്ട് വേണം, ഒരു അരിവാളും ഒരു ഷീറ്റും കൂടെ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. വെളുപ്പിന് 5 മണിക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ 5 പേര് 6 പേര് അവിടെ ചെന്ന് വണ്ടിയില ചരൽ കയറ്റാൻ നിൽക്കുമ്പോഴാണ് അറിയുന്നത് അരിവാൾ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള സംഭവം. ചരൽ കയറ്റി കഴിഞ്ഞിട്ട് നമ്മൾ അരിവാൾ കൊണ്ടുവന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പുറകിലൊരു ശബ്ദം, ഇവിടുന്ന് ചരൽ കൊണ്ടുപോയവർക്കെല്ലാം വളരെ ദുരനുഭവങ്ങളാണ് ഉണ്ടായിരിക്കും, നിങ്ങളിതെങ്ങനെ കൊണ്ടുപോകും എന്ന് പറയുമ്പം ഇദ്ദേഹം അതിൻ്റെ പുറകിൽ നിന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു അരിവാൾ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ കുറച്ച് പോച്ച എത്തിക്കൊണ്ടൊക്കെ പോയേനെ, അപ്പോൾ പോച്ചയാണെന്ന് വിചാരിച്ചുള്ളൂ, അരിവാൾ ഞാൻ തരാം എന്നും പറഞ്ഞ് നല്ല ചുമല ഡ്രസ്സ് കൊടുത്ത് ഒരമ്മ ഞങ്ങളുടെ പുറകെ നിൽക്കുകയാണ്. ഞങ്ങൾ പെട്ടെന്ന് പോയി, ഇദ്ദേഹം പോയി അരിവാൾ മേടിച്ചു. ചരലിൻ്റെ പുറത്ത് പോച്ചയെല്ലാം ചെത്തി കയറ്റി 5:50-6 മണിയായപ്പോൾ അവിടുന്ന് വണ്ടി വിടുക. അപ്പോൾ ഈ ഇത് കയറ്റി കഴിഞ്ഞിട്ട് പറഞ്ഞു, എന്നാൽ അരിവാൾ അമ്മയ്ക്കാൻ കൊടുത്തേക്കാൻ നോക്കുമ്പോൾ ആ വിജനമായ സ്ഥലത്ത് ആറ്ററമ്പിയിലെ അമ്മയെ കാണാനില്ല. ഞങ്ങൾ 5 പേര് നേരിട്ട് കാണുവാണ്. അപ്പോൾ ആ അരിവാൾ അവിടെ കൊടുക്കുമെന്ന് വെച്ചാൽ ഞങ്ങൾ എടുത്ത ചരലിൻ്റെ പുറത്ത് തന്നെ കുത്തി വെച്ചിട്ട് ഞങ്ങൾ ഈ പോരുകയായിരുന്നു. അപ്പോൾ ആ അരിവാൾ നിങ്ങൾ എടുത്തില്ല? അരിവാൾ ഞങ്ങൾ എടുത്തില്ല. ആ അരിവാൾ ഉപയോഗിച്ച് പോച്ചയെത്തി, പക്ഷെ തിരിച്ചു കൊടുക്കാൻ അമ്മയെ നോക്കുമ്പോൾ കാണുന്നില്ല. വിജനമായ ഒരു സ്ഥലമാണ്. ആ സമയത്ത് അമ്മയ്ക്ക് അവിടെ വരേണ്ട കാര്യം അതുപോലെ തന്നെ ഇവിടെ ദർശനത്തിന് തിരുവുത്സവത്തിന് സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് 2 ഭക്തർ തൊഴാനായിട്ട് വന്നു. അത് ടീച്ചർമാർ, റിട്ടയർമെൻ്റായ ടീച്ചർമാരാണ്. അതിൽ അവർ വന്ന് വഴിപാട് എഴുതിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരുപാട് വിശേഷങ്ങൾ തന്നിട്ടുള്ളൊരു ഭഗവതിയാണിത്, ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, തിരക്കില്ലെങ്കിൽ ഒന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, ഈ പറഞ്ഞ ടീച്ചറിൻ്റെ അവരുടെ അമ്മാവന്മാരോടൊപ്പം, അതായത് അമ്മയുടെ ആങ്ങളമാരോടൊപ്പം ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് വന്നു.
ദർശനത്തിനായിട്ട് വേണം. പണ്ട് മുതലേ പറഞ്ഞ് കേട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് കേട്ടതുകൊണ്ട് ഇവിടെ വാതൊക്കെ നിന്ന് തൊഴുവാണ് അമ്മ, ഈ സ്ത്രീയുടെ അമ്മ. അപ്പോൾ ആങ്ങളമാർ പറഞ്ഞു, അമ്മാവന്മാർ പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോയി, ഞങ്ങൾ കൊണ്ടുപോകാം. അതുകൊണ്ട് അവർ ധൈര്യമായിട്ട് കൊണ്ടുപോയി അവിടെ തൊഴുതു. അത് കഴിഞ്ഞ് ഈ അമ്മ പ്രഗ്നൻ്റായി പ്രസവിക്കുന്ന കുട്ടി വാനരനായിരുന്നു. അത് കഴിഞ്ഞ് പ്രസവിച്ച ആളാണ് ഈ സംസാരിക്കുന്നത്. അതായത് പറയാം, എൻ്റെ മൂത്ത സഹോദരൻ ഒരു വാനരനായിരുന്നു എൻ്റെ അമ്മ പ്രസവിച്ചത്. അതായത് പ്രസവ സമയത്ത് അമ്മയുടെ യൂട്രസ് പോലും കീറിപ്പോയി എന്ന് അത്ഭുതം പറയുകയുണ്ടായി. വാനരെന്ന് മാത്രമല്ല, ഈ പ്രസവം നടക്കുന്ന സമയത്ത് ഈ സ്ത്രീയുടെ ഈ കുരങ്ങിൻ്റെ നഖം പതിഞ്ഞ് യൂട്രസ് കീറി. എന്നിട്ട് ഇത് പുറത്ത് മിനിറ്റ് 10 സെക്കൻഡോ 10 മിനിറ്റ് അങ്ങോട്ട് ജീവിച്ചുള്ളൂ ഈ കുരങ്ങ്. എന്നിട്ട് ഈ കുരങ്ങ് മരിച്ചുപോയി. മരിച്ചുപോയ ശേഷം ഉണ്ടായ മക്കളാണ്. ഇവർ പോയി പ്രശ്നം വെച്ച് നോക്കിയപ്പം ഇതിനകത്തിപ്പോൾ ഒരാളെ യാദൃച്ഛിക കയറുന്നതല്ല, നിർബന്ധ ബുദ്ധിയാൽ ഒരാൾ കയറാറുണ്ട്. ഞാൻ ഈ ഭൂമിയെക്കുറിച്ച് ഞങ്ങൾ ഈ പറയുന്ന കാര്യമാണ്. ഈ ഭൂമിക്ക് ഒരു അവകാശമുണ്ട്, ഈ നാടിൻ്റെ അവകാശമുണ്ട്, ഈ ഗ്രാമത്തിൻ്റെ ദേവതയാണ്. മറ്റ് ക്ഷേത്രങ്ങൾ വിവരവുമായി പുള്ളിക്കാരി രാത്രി 12 മണിക്കൊക്കെ സഞ്ചരിക്കുന്നതാണ്. അപ്പം ഈ അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ എൻ്റെ അവകാശമില്ലാതെ, എൻ്റെ അനുവാദമില്ലാതെ വലിച്ചു കയറി ഇതിനകത്ത് നീ കയറാൻ അവകാശമല്ല. അതാ മുമ്പേ അദ്ദേഹത്തോട് പറഞ്ഞാൽ പോയി ചെന്ന് ചോദിച്ചിട്ടേ വന്ന് എടുക്കാവൂ, കിട്ടണമെന്നില്ല. പലരും ശ്രമിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളും കിട്ടാനുണ്ട്, കിട്ടാതെ പോയിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് വിശിഷ്ടമായ ക്ഷേത്രമാണ്. അതോടൊപ്പം തന്നെ ഇതിലൊരു KSEBിലെ ഒരു സുകേഷ് എന്ന് പറയുന്നൊരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞാണ്, അദ്ദേഹം ഒരു 12 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഈ റോഡിൽ കൂടെ പോകുമ്പോൾ, നമ്മുടെ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ തൂക്കുമ്പോൾ അയാൾ വലത്ത് സൈഡിൽ ഭയങ്കര എഴുന്നള്ളിപ്പ് കാണും. ഇയാൾ ഭയങ്കര ഉത്സവപ്രിയനാണ്. ഇയാൾ അവിടെ ചെന്ന് ഇച്ചിരി വണ്ടി മുമ്പോട്ട് പോയിട്ടല്ലേ ഓർമ്മ വരത്തുള്ളൂ ബ്രെയിനിനകത്ത്. തിരിച്ചു വന്നപ്പം ഈ സാധനങ്ങളോ ഈ എഴുന്നള്ളിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. പുള്ളി വിറച്ചു പോയി. അപ്പോൾ പുള്ളി എന്നെ പനി പിടിച്ചു. പുള്ളി വിളിച്ചു വെച്ചപ്പോൾ ഞാനിവിടെ ഒന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ ഭഗവതിക്ക് 12 മണിക്കൊരു യാത്ര, അർദ്ധയാമത്തിലൊരു യാത്രയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അതുകൊണ്ട് അത് വല്ലതും ആയിരിക്കും അവൻ കണ്ട് പേടിച്ചത്. ഒരു കളവപ്പടി കൊണ്ട് കൊടുക്കുക, ഇട്ട് കഴിഞ്ഞാൽ ആൾക്ക് മാറാവുന്നേ ഉള്ളൂ. അങ്ങനെ ആരെയും പേടിപ്പിക്കാൻ തോന്നിയത് അത്രയ്ക്ക്. ഇവിടെ ഓരോരുത്തരും ചോദിച്ചാൽ അനുഭവം ഒത്തിരി പറയാം. ഓരോ വ്യക്തികളോടും ചോദിച്ചാൽ കുരങ്ങനെ അടിച്ചവർക്ക് അനുഭവം പറയാനുണ്ട്, കുരങ്ങനെ തല്ലിയവർക്ക് അനുഭവം പറയാനുണ്ട്, അവരുടെ വിഷമതകളുണ്ട്, അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പറയാൻ ഒത്തിരിയുണ്ട്. അങ്ങനെ ഒരു വിശിഷ്ടമായ ക്ഷേത്രമാണ് നമ്മുടെ ഈ ക്ഷേത്രം. ഇതിനെ എടുത്തു പറയാൻ വേണ്ടി ഇവിടുത്തെ സങ്കല്പങ്ങളിലെല്ലാം പ്രത്യേകതയുണ്ട്. ഈ വടക്കേക്കാവെന്ന് പറയുന്നത് ഒരു രൗദ്രഭാവത്തിലുള്ള ദേവിയാണ്. തെക്കേക്കാവിലുള്ളത് ശാന്തഭാവത്തിലുള്ളതാണ്. അതിലും അപ്പുറമായിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ പറഞ്ഞു കേട്ടിടത്തോളം സിദ്ധിയും ബുദ്ധിയും കൂടി ഇരിക്കുന്ന ഒരു സിദ്ധിവിനായക ക്ഷേത്രം മധ്യ തിരുവിതാംകൂറിൽ ഇവിടെയുള്ളൂ. അതും ഒരു ഭക്തൻ വഴിപാടായിട്ട് ക്ഷേത്രം പണിയിച്ച് ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചതാണ്. തെക്കേക്കാവിലെ കൂടി നിന്നിരിക്കുന്ന സിദ്ധി വിനായക ക്ഷേത്രം. ആ സിദ്ധിയും ബുദ്ധിയോടും കൂടി ഇരിക്കുന്ന ക്ഷേത്രം മധ്യ തിരുവിതാംകൂറിൽ ഇവിടെ ഉള്ളൂ. അങ്ങനെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും സങ്കല്പങ്ങളിലും എല്ലാം വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു ഏകക്ഷേത്രം. എടുത്തു പറയത്തക്കതായിട്ടുള്ള 2-3 അനുഭവങ്ങൾ പറയാം. നമ്മുടെ തെക്കേക്കാവിൽ ഇപ്പോൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദാരുബിംബത്തിൻ്റെ വിഗ്രഹം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. അതിന് ചെറിയ കുറവുകൾ. അപ്പം ഇവിടെ ദേവപ്രശ്നം വെച്ച സമയത്ത് ദൈവജ്ഞന് വിധിച്ചത് ഇതാണ്, ഇത് ചൈതന്യം ഒരു കുറവും ഇല്ലാത്ത വിഗ്രഹമാണെന്നും ഇത് പ്രതിഷ്ഠിക്കാമെന്നും. പക്ഷേ നമ്മൾ അന്നത്തെ കമ്മിറ്റിയെല്ലാം തീരുമാനിച്ചു ഒരു പുതിയ വിഗ്രഹം തന്നെ പണിയാമെന്ന്. പുതിയ വിഗ്രഹം തന്നെ പണിയാം എന്ന് പറഞ്ഞു. പക്ഷേ അത് നടന്നില്ല. പഴയ വിഗ്രഹം തന്നെയാണ് അവിടെ പ്രതിഷ്ഠിക്കാൻ സാധിച്ചത്. അവിടെ ആ ഭഗവതിയുടെ വിഗ്രഹം, കണ്ണാടി ബിംബം, അർച്ചനാബിംബം വെച്ചിരുന്ന ഒരു പീഠമുണ്ടായിരുന്നു. ആ പീഠം മാറ്റിക്കൊണ്ടൊരു പുതിയ പീഠം പണിയാൻ തീരുമാനിച്ചു. അന്ന് ആ സമയത്ത് ഞാൻ പ്രസിഡൻ്റാണ്. പണിയാൻ തീരുമാനിച്ച ആ ശിലയെടുത്ത് വെളിയിലിട്ട് പണി ആരംഭിച്ചപ്പം ഈ ഇലക്ട്രിസിറ്റി ലൈനെല്ലാം കത്തിയൊക്കെ പോയി. അപ്പോൾ പാലക്കാട് ഒറ്റപ്പാലത്തു നിന്ന് വന്ന 3 പേരാണ് ഇവിടുന്ന് പണിയുന്നത്. ആ കറണ്ടൊക്കെ പോയി. ആ നിർമ്മാണം തുടങ്ങാൻ പറ്റിയില്ല. പിറ്റേ ദിവസം രാവിലെ പണി ആരംഭിച്ചപ്പോൾ അവരുടെ മെഷീനെല്ലാം കത്തിപ്പോയി. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്ഥപതി എന്ന് പറയുന്നത് വേഴപ്പറമ്പ് ചിത്രപാട് നമ്പൂതിരിപ്പാടാണ്. അപ്പോൾ അദ്ദേഹത്തെ കണക്ട് ചെയ്ത് പറഞ്ഞത് അത് നടന്നോളും. അപ്പോൾ ഈ പണിക്കാരിൽ 2-3 പേരിൽ ഒരാൾക്ക് അന്ന് വീട്ടിൽ പോകണം, അദ്ദേഹത്തിന് വീട്ടിൽ പോകണം. അപ്പോൾ കോണ്ടാക്ട് പറഞ്ഞ് ഇന്ന് പോകണ്ട, നമുക്ക് നാളെ കൂടെ നോക്കിയിട്ട് പോകാം എന്ന് പറയുകയും അല്ല അദ്ദേഹത്തിന് പോയേ പറ്റുന്നു. അപ്പം ഞാൻ എൻ്റെ നമ്മുടെ അമ്പലത്തിൻ്റെ ലെറ്റർ ഹെഡും എൻ്റെ പേരും ഉള്ള ഒരു പേപ്പറിനകത്ത് അദ്ദേഹത്തിന് കുറച്ച് പൈസ കൂടെ കൊടുത്താണ് ഈ പോകാനിറങ്ങിയ ആളിനെ വിട്ടത്. അദ്ദേഹം പോയി. രാത്രി 1 മണിയായപ്പോൾ നമ്മുടെ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ വരികയാണ്. എൻ്റെ പേരൊക്കെ ഉള്ളതുകൊണ്ടാണ് അതിൽ മനസ്സിലാക്കിയത് ക്ഷേത്രത്തിൻ്റെ ആരാണ്. ഞാൻ പറഞ്ഞത് പ്രസിഡൻ്റാണ്. ഒരു ബോഡിയുണ്ട്, ബോഡിക്ക് ശിരസില്ല, അയാൾ പോക്കറ്റിൽ നിന്ന് കിട്ടിയ റെക്കോർഡാണ് ഇതെന്നും പറഞ്ഞ് അതാണ് വിളിക്കുന്നത്. ഞാൻ ഭയന്ന് പോയി. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സ്റ്റേഷനിൽ തന്നെ വിളിച്ച് പറഞ്ഞ് ശിരസ് കിട്ടി, അത് അടുത്ത സ്റ്റേഷനിലാന്ന് പറഞ്ഞു. മുത്തു എന്ന് പറഞ്ഞ ആളിൻ്റെയാണ്.
ഞങ്ങൾ ഭയപ്പാടായിപ്പോയി. അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്? അദ്ദേഹം പറ്റിയത് ഇവിടുന്ന് അങ്ങോട്ട് പോയതാ, തിരിച്ച് അവിടെ എവിടെ വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങി കൊടുത്ത് ട്രെയിൻ മാറി കയറി അവിടെ വെച്ച് തല തട്ടി താഴെ വീണു. അപ്പോഴും ഞാൻ ഈ വേലപ്പറമ്പ് നമ്പൂരിയെ വിളിച്ച് സംസാരിച്ച് പറഞ്ഞ് പഴയ ശില എടുത്തപ്പോഴല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. പുതിയ ശില എടുക്കണ്ട, പഴയ ശില തന്നെ എടുത്തിട്ട് നിർമ്മാണ പ്രക്രിയ ആരംഭിക്കാൻ പറഞ്ഞു. ആ പഴയ ശില തന്നെ എടുത്തു പണി ആരംഭിച്ചു. ഈ പറഞ്ഞു വന്നത് ആ പഴയ വിഗ്രഹം തന്നെ മതിയെന്നും അതിൻ്റെ കുറവുകൾ പരിഹരിച്ചാൽ മതിയെന്നും പഴയ പീഠം തന്നെ മതിയെന്നും എന്ന് പറയുണ്ടായി. ഇപ്പോഴും നിർമ്മാണ ഘട്ടത്തിൽ 1-2 കാര്യങ്ങളുണ്ടായി. ഇവിടെ അമ്മയുടെ ഒരു പഴയ ദാരുബിംബം ഉണ്ടായിരുന്നു, പിന്നെ വടക്കേക്കാവില. ആ ദാരുബിംബം ഇതുപോലെ പുതിയത് തന്നെ പണിയണം എന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിൽ അമ്മയുടെ ഒരു കൈക്ക് ഒരു ക്ഷതം പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ സ്ഥപതി പറഞ്ഞു, ഇവിടുത്തെ പണിക്കാർ പറഞ്ഞു വേണ്ട, ഞങ്ങൾ പുതിയത് തന്നെ നിർമ്മിച്ചോളാമെന്ന് പറഞ്ഞപ്പോഴും ഈ 2 അനുഭവങ്ങൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്കൊരു ഭയം പോലെ ഞാൻ പറഞ്ഞല്ല, വേണ്ട, നമുക്കിത് തന്നെ ഒന്ന് നോക്കിച്ചിട്ട് ചെയ്യാം എന്ന് പറയും. നോക്കിച്ചിട്ട് നമുക്ക് വേണ്ട പോലെ ചെയ്യാം എന്ന് പറയുന്ന ആ വെള്ളിയാഴ്ച എൻ്റെ ഭാര്യ ഇവിടെ പറഞ്ഞു വിടും. ആ ഇടത്തേക്ക് അതേ ഭാഗം ചൊടിയുമായിരുന്നു. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തിട്ട് ഞാൻ ഇദ്ദേഹത്തോടും പ്രസിഡൻറ്റോടും വിളിച്ച് പറഞ്ഞു, എത്രയും പെട്ടെന്ന് നമ്മുടെ ദാരുബിംബം എടുത്ത് വെളിയിൽ കൊടുക്കണം, പഴയ ദാരുബിംബത്തിൻ്റെ അതേ കൈ അതേ തന്നെ നിർമ്മാണം ആരംഭിക്കണമെന്ന് പറഞ്ഞു. ഇതുപോലെ ഈ നിർമ്മാണം ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കിണറിടിഞ്ഞതാണ്. അപ്പം കിണറിടിഞ്ഞാന്ന് ഞങ്ങൾ വിചാരിച്ചെന്നാൽ നിർമ്മാണം നടക്കുകയാണല്ലോ, ഒരു പുതിയ കിണർ തന്നെ പണിയാം. അപ്പോഴും പോയി ദൈവത്തിനെ കണ്ടു കഴിയുമ്പോൾ പറഞ്ഞു, കിണറിന് മാറ്റാനോ പുതിയ കിണർ പണിയാനോ പാടില്ല, കിണർ പഴയത് തന്നെ മതി. അതായത് ദേവിയുടെ ഒരു പ്രത്യേക ഇതാണ്, പഴയത് എല്ലാം നിലനിൽക്കണം, പഴയത് തന്നെ നിലനിൽക്കണം. വലിയ ആഘോഷങ്ങളോ മറ്റു കാര്യങ്ങളോ ഇല്ല. പ്രത്യേകിച്ച് ഈ നമ്മുടെ അമ്മയുടെ ക്ഷേത്രത്തിൻ്റെ ചുറ്റളവിൽ ഈ ഇരുതല കെട്ടിടങ്ങൾ പോലും ആരും പണിയാറില്ല. ഇതെല്ലാം പണ്ട് മുതലെയുള്ള വിശ്വാസം തന്നെയാണ്. ആ വിശ്വാസങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ നടന്നു പോകുന്നത്. അഭീഷ്ടവരപ്രദായിനിയാണ്, സത്യസ്വരൂപിണിയാണ്, വിളിച്ചാൽ വിളിപ്പുറത്തുള്ള അമ്മയാണ്. ഒരു കാര്യം കൂടി, അപ്പോൾ അവിടെ പ്രസാദമായിട്ട് കൊടുക്കുന്ന കളഭപ്പൊടിയാണോ അതോ കളഭപ്പൊടി? ചന്ദനമല്ല. ഞാൻ വ്യക്തമായിട്ട് പറയാം. അതായത് നമ്മൾ ഇതായത് ഇവിടുത്തെ 12-ാം കളത്തിന് അദ്ദേഹം പറയും 12-ാം കളം. ഈ 12-ാം കളത്തിന് മഞ്ചാടിയുടെ ഇല വറുത്ത് പൊടിച്ചത്, അതായത് ഉണക്കി പൊടിച്ചത്, അതോടൊപ്പം തന്നെ കരിപ്പൊടി, ശുദ്ധമായ കരിപ്പൊടി, വാഗപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇങ്ങനെയൊക്കെയുള്ള ഔഷധ സസ്യങ്ങൾ, ആ ഔഷധ സസ്യങ്ങൾ പൊടിച്ചതിൻ്റെ പൊടിയുണ്ട്. ഭഗവതിയുടെ കളം 1-ാമത്തെ ദിവസം ഫസ്റ്റ് പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞല്ലോ, 1-ാമത്തെ ദിവസം ചെറിയ കളം വരയ്ക്കും. ആ വരം വരച്ച് അതാ ദിവസം ഇത് മായ്ക്കും. അങ്ങനെ 12-ാമത്തെ ദിവസം ഫുൾ കളം വരയ്ക്കും. ഈ ഫുൾ കളം 12 ദാരികാനിഗ്രഹം ചെയ്യുന്ന സ്വരൂപത്തെ മൊത്തം അവിടെ വരച്ച് ആ വലിയ മുറിക്കുള്ളിൽ വരച്ചിട്ട് ഭക്തജനങ്ങൾക്ക് ദർശനത്തിനോട്, കാരണം രാത്രി ഒരു 12 മണി കഴിയും അത് വരുമ്പോൾ ദർശനം വരും. എന്നിട്ട് എല്ലാവരെയും ഒന്ന് ക്ഷണിക്കും. അപ്പോൾ ഒത്തിരി പേര് ഇവിടെ ഉണ്ടാവും. അവരൊക്കെ വന്ന് കണ്ട് തൊഴുത് നമസ്കരിച്ച് അനുഗ്രഹം മേടിച്ചിട്ട് ചോദിക്കും, കളം മായിച്ചോട്ടെ മായ്ക്കും. ഈ കളം മായ്ച്ച് കിട്ടുന്ന, അതായത് ഇത്രയും മരുന്നുകളുടെ പൊടിയാണ് കൊണ്ടാണ് ഇത് വരച്ചിരിക്കുന്നത്, ഈ കളം വരച്ചിരിക്കുന്നത്. ആ കളപ്പൊടി എടുത്ത് അന്ന് മുതൽ പ്രസാദമായിട്ട് തരും. അന്നേരം തന്നെ നമുക്ക് പ്രസാദമായിട്ട് തരും. ഇത് ഭയങ്കരമായ ഒരു ആരോഗ്യ രോഗത്തിന് പറ്റിയൊരു മരുന്ന്, അല്ലെങ്കിൽ ഒരു മരുന്ന് തന്നെയാണ്. ആ മരുന്ന് വിശിഷ്ട ആ ഭക്തിയാൽ അത് നമ്മുടെ ഉള്ളിൽ ചെല്ലുന്ന ഒരു മാർഗ്ഗമാണ്. ഈ കളത്തിൽ വരയ്ക്കുന്ന ആ കളപ്പൊടിയായിട്ട് നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നത്. കളപ്പൊടി എന്നാണ് പറയുന്നത്, കളപ്പൊടി എന്നാണ് പറയുന്നത്, കളം വരയ്ക്കുന്ന പൊടി എന്നാണ് പറയുന്നത്. അതാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ അങ്ങേക്കും കിട്ടിയായിരുന്നു. അത് ഞങ്ങളത് മേടിച്ച് വായിലും ഇടും, തലയിലും നെറ്റിക്ക് തൊടുകയും ചെയ്യും, തലയിൽ വിടുകയും ചെയ്യും. ഇത് പിന്നെ വിദേശത്ത് പോകുന്നവരെ, പഠിക്കാൻ പോകുന്ന പിള്ളേരെല്ലാം ഇവിടുന്ന് വന്ന് മേടിച്ചുകൊണ്ട് പോകും. അവർ ദിവസവും നിത്യവും തൊടും, തൊടാതിരിക്കത്തില്ല എല്ലാവരും തന്നെ. ഇതൊരു ധൈര്യമാണ്, ഒരു ധൈര്യമാണ്. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടെന്നുള്ളൊരു ധൈര്യത്തിൽ എല്ലാവരും ഇവിടുന്ന് പോയവരെല്ലാവരും ചെയ്തോണ്ടിരിക്കും. കൈ കരുതും. 12 മണിക്കും 2 മണിക്കും ചാടി എണീറ്റ് ഇത് തൊട്ടിട്ട് അമ്മയുണ്ടല്ലോ കൂടെ ഉണ്ടെന്നുള്ള അത്രയ്ക്ക് ഇതാണ് പറയുന്നത്. പിന്നെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ 2 ഉത്സവമാണ്. ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ ചിങ്ങമാസത്തിലെ കുംഭത്തിലെ 1-ാം തീയതി, കുംഭമാസം 1-ാം തീയതി കൊടിയേറി 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. അതായത് അവസാനത്തെ വെള്ളിയാഴ്ച വരെയാണ് ഈ ഉത്സവം നടന്നു പോകുന്നത്. അത് 5 വെള്ളിയാഴ്ചയാണ്. 5-ാമത്തെ വെള്ളിയാഴ്ച, 4 വെള്ളിയാഴ്ച, 4 അവസാനത്തെ വെള്ളിയാഴ്ച ലോകത്തൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത വിശിഷ്ടമായ വലിയ ചടങ്ങുണ്ട്. ഇവിടെ കച്ചേർ എന്ന് പറയുന്ന ചടങ്ങ് ലോകത്തെങ്ങുമില്ല. അതായത് ദാരികാസുരൻ്റെ നിഗ്രഹം കഴിഞ്ഞ് ആ കുടൽമാല ഭഗവതി വലിച്ചെറിഞ്ഞ സങ്കല്പത്തിൽ ഭക്തജനങ്ങൾ 10,000 10,000 ഭക്തജനങ്ങൾ ഇവിടെ വന്ന് ഇത് എടുക്കുന്നതാണ്. ഇതെടുത്തിട്ട് ഈ കച്ചയെന്ന് പറയുന്ന ചുവപ്പ്, വെള്ള, കറുപ്പ് എന്നുള്ള കച്ചകളുണ്ട്. ഈ കച്ചകൾ നമ്മൾ വലിച്ചെറിഞ്ഞ് ഈ ക്ഷേത്രത്തിന് 2 സൈഡിലായിട്ട് കെട്ടിരിക്കുന്ന വടത്തിൽ വലിച്ചെറിയും. അതോടൊപ്പം ക്ഷേത്രത്തിൻ്റെ കുടിയിറക്കിൻ്റെ സംവിധാനമായ ചില ചടങ്ങുകളുണ്ട്. ക്ഷേത്രത്തിൽ നമ്മുടെ ഇപ്പോൾ ഈ കാലയളവിൽ ഏതാണ്ട് ഒരു 30-35 വർഷം ക്ഷേത്രത്തിൽ 6 കരകളായി അൻപലി എഴുന്നള്ളത്തുണ്ട്. അതോടൊപ്പം തന്നെ ഈ അവസാനത്തെ വെള്ളിയാഴ്ച തൊട്ട് മുമ്പത്തെ വെള്ളിയാഴ്ച രാവിലെ ഉരുളിച്ച, വൈകുന്നേരം
ഈ നമ്മൾ കാണാത്ത ഉഗ്രസ്വരൂപിണിയായ ഭഗവതിയെ ഒരു തിരുവായുധത്തിൽ ആവാഹിച്ച് നമ്മുടെ ഈ പുറകിൽ നിൽക്കുന്ന പടയണി അമ്പലത്തിൽ കൊണ്ടുവന്ന് ദേവിയെ പ്രതിഷ്ഠിക്കും. എന്നിട്ട് നമുക്ക് ദേവിയെ കാണാനും ദേവിക്ക് മുമ്പിൽ കാഴ്ചകൾ സമർപ്പിക്കാനും അനുഗ്രഹം മേടിക്കാനുമുള്ള ഒരു സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. അങ്ങനെ നടന്നു പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അന്നേ ദിവസം ഈ ഉഗ്രസ്വരൂപിണിയായ ഭഗവതിയുടെ കോപം ശമിപ്പിക്കാൻ വേണ്ടി പണ്ട് ഭദ്രകാളിയമ്മയുടെ കോപം ശമിപ്പിക്കാൻ വേണ്ടി ശിവൻ്റെ ഭൂതഗണങ്ങളും കാണിച്ച പോലെയുള്ള ആഘോഷം, അതായത് വേഷപ്പടയണികൾ ഇവിടെ ഇറങ്ങും. എന്നിട്ട് അവർ ഓരോരുത്തരും ഭഗവതിയെ സന്തോഷിപ്പിക്കാനും മറ്റുള്ള സംവിധാനങ്ങൾ ചെയ്യും. ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഇത്. പിന്നെ ഈ തെക്കേക്കാവിലെ ദാരുകുംഭ പ്രതിഷ്ഠ എന്ന് പറഞ്ഞത് അതിപ്പോൾ നമ്മൾ ഒരു 9ാം വാർഷികം കഴിഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ പുനഃപ്രതിഷ്ഠാ വാർഷികം കഴിഞ്ഞിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വർഷവും മിഥുനമാസം 22-ാം തീയതി, ഇംഗ്ലീഷ് മാസമാണെങ്കിൽ അത് ജൂലൈ 6 വരും. എല്ലാ വർഷവും മിഥുനമാസം 22-ാം തീയതി ഭഗവതിക്ക് ചാന്താട്ടമുണ്ട്. ഇപ്പം മിനിഞ്ഞാന്ന് നടന്നതേ ഉള്ളൂ. പിന്നെ സർപ്പത്തന്മാർക്ക് എല്ലാ വർഷവും കന്നി 30-ന് 100 പാലും ചടങ്ങ് നടത്താറുണ്ട്. ഇദ്ദേഹമാണ് നമ്മുടെ ഇവിടുത്തെ മേശാന്തിയാണ്. നമസ്കാരം. നമസ്കാരം. അപ്പം അങ്ങയുടെ കുടുംബത്തേക്കാണ് വടക്കേക്കാവിലെ പൂജയുടെ കാര്യമല്ലേ? അപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? അവിടുത്തെ കാര്യങ്ങൾ അവർ പറഞ്ഞില്ലേ? പറഞ്ഞുവെങ്കിലും അങ്ങ് മേശാന്തി എന്നുള്ള സ്ഥിതിക്ക് അങ്ങേക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലോ. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം മാസം 1-ാം തീയതി, പിന്നെ ഞായറാഴ്ച വെള്ളിയും 3 ദിവസമേ ഉള്ളൂ പൂജ. പിന്നെ ചിങ്ങമാസത്തിൽ ചതയമാണ് പ്രാധാന്യം. ചതയം മുതൽ മകം വരെ 14 ദിവസം. രാവിലെ പൂജയുണ്ട്, വൈകിട്ട് കിളവെഴുത്തും പാട്ടുമുണ്ട്. അതിന് 12-ന് വലിയ കളം, 12-ാം കളം എന്ന് പറയും. പിന്നെ അതിനുശേഷം പിന്നെ 14-ന് ഗുരുതിയോടുകൂടി സമാപിക്കുക. അത് അവിടുത്തെ പ്രധാന ആട്ടവിശേഷം എന്ന് പറയും. പിന്നീടുള്ളത് വൃശ്ചി 1 മുതൽ ധനു 1 വരെ. ഈ 30 ദിവസവും കളവെഴുത്തും പാട്ടുകൊണ്ട് 1-ാം തീയതി ഗുരുതിയോടുകൂടി അത് സമാപിക്കുക. പിന്നെ കുംഭമാസത്തിലാണ് പൊതുവിലുള്ള ഉത്സവം എന്ന് പറഞ്ഞാൽ കുംഭമാസത്തിലാണ്. കുംഭമാസത്തിൽ കിടക്കാരുടെ ഉത്സവം വിളിച്ച് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അൻപുരി മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അത് നടക്കുന്നു. അവിടുത്തെ ഉപദേവന്മാർ, ഞാൻ അവിടെ പേരെഴുതി വെച്ചിട്ടില്ലാത്ത കാരണം എനിക്ക് മനസ്സിലായില്ല. അവിടെ പിന്നെ വടക്കേ ഇരിക്കുന്ന കാവിനകത്ത് കരിങ്കാളി, കരിൻ്റെ നേരെ മുൻവശത്തെ തറ കിടക്കുന്ന അത് ശിവൻ. പിന്നെ തെക്കോട്ട് ഇരിക്കുന്നത് അത് യക്ഷി. പിന്നെ തെക്കപ്പുറത്ത് നാഗങ്ങളുണ്ട്, നാഗരാജാവ് നാഗയക്ഷി. പിന്നെ കിഴക്കേപ്പുറത്ത് കരുനാഗുണ്ട്. അപ്പോൾ ഇത്രയും. പിന്നെ അവിടെ ഒരു കല്ല് കരിക്കടിക്കുന്ന കണ്ടില്ല, ഇണ്ടിളയപ്പൻ. അങ്ങനെ അത്രയാണ് അവിടെ. ശിവൻ എന്നുള്ള സങ്കല്പമല്ലേ? ശിവസങ്കല്പമാണ്. ഇണ്ടിളയപ്പൻ ശിവസങ്കല്പമാണല്ലോ. അപ്പോൾ അവിടെയൊക്കെ കരിക്ക്. ഇത് കാലങ്ങളായിട്ട് അങ്ങയുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണോ ഇവിടെ പൂജാ കാര്യങ്ങളൊക്കെ? പണ്ട് കാലം മുതൽക്കേ അതെ? പിന്നെ അച്ഛനും ചിറ്റപ്പനും കഴിഞ്ഞതിന് ശേഷം ഞാനായത്. ഞാനും കഴിഞ്ഞതിന് ശേഷം ഇപ്പം മകനായിട്ടുള്ളൂ. സന്തോഷം. ശരി. കളയെഴുത്തും പാട്ടും ഒക്കെ നമ്മൾ തന്നെയാണോ? അതെ അല്ലേ? ഭയവും ഭക്തിയും ഒരുപോലെ മനസ്സിൽ നിറച്ച് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി ഭക്തജനങ്ങൾ ഇവിടെ നിന്ന് മടങ്ങുന്നു. ഇലഞ്ഞിമേൽ വള്ളിക്കാവ് കേവലമൊരു ക്ഷേത്രം മാത്രമല്ല, അതൊരു അനുഭൂതിയാണ്. മഹാരഹസ്യങ്ങളുടെയും ദൈവീ ചൈതന്യത്തിൻ്റെയും ഒരു പുണ്യസംഗമം. അല്പം താമസിച്ചാണെങ്കിലും ഈ ക്ഷേത്രത്തിലൊന്ന് വരുവാനും ദർശനം നടത്തുവാനും കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായി കണക്കാക്കുന്നു. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും പുതിയൊരു അധ്യായവുമായി കാണാം.